ായിട്ടും ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ഇറാൻ കപ്പൽ എങ്ങനെയാണ് ഈ ഇന്ത്യൻ തീരത്തേക്ക് വരിക, അതിന്റെ റൂട്ട് എന്താണ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഇറാന്റെയും ഇന്ത്യയുടെയൊക്കെ ഒരു പ്രോക്സിമിറ്റി എന്താണ്. അതോടൊപ്പം തന്നെ ഈ കപ്പൽ പാത എവിടെയായിട്ട് വരും, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ ഇവിടെ എത്തിയത്, അത് ഏത് രീതിയിൽ എത്തി എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ നോക്കുന്നത് നന്നായിരിക്കും. ഈ മാപ്പിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെസൽ ഫൈൻഡറിൽ കൃത്യമായി ഈ കപ്പൽ പാത എന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ ഇറാൻ എന്ന രാജ്യം ഇവിടെയാണ്, നമ്മുടെ രാജ്യം ഇന്ത്യ ഇവിടെയാണ്. ഇത്രയും ഒരു പ്രോക്സിമിറ്റി ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു കപ്പൽ ഒരു സമുദ്ര ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യൻ മഹാസമുദ്രവും അതോടൊപ്പം തന്നെ അറബിക്കടലും ഒക്കെ ചേരുന്ന ഈ ഭാഗത്താണ് നമുക്കത് കാണാൻ കഴിയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ ശ്രീലങ്കയുടെ തൊട്ടടുത്തുള്ള ഒരു മേഖലയിൽ നിന്നുമാണ് ഈ ഇറാന്റെ കപ്പൽ ആക്രമിച്ചത് അമേരിക്ക. അത് ഏതാണ്ട് ഈ പറയുന്ന പോലെ ശ്രീലങ്കയിൽ നിന്ന് ഒരു 10-70 കിലോമീറ്റർ അകലെ മാറിയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ സമുദ്രപരിധിയാണ് ആ രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയുക. അതിനപ്പുറത്തുള്ള മേഖല ഇന്റർനാഷണൽ സീ എന്ന് പറയും, സീ റൂട്ട് എന്ന് പറയും. ആ ഭാഗത്ത് എവിടെയോ വെച്ചാണ് ഈ ഇറാന്റെ കപ്പൽ അമേരിക്ക ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യത്തെ കപ്പൽ. പിന്നീട് രണ്ടാമത്തെ കപ്പൽ ഇറാന്റെ കപ്പൽ ഈ ഭാഗത്തേക്ക് വരുന്നു. ഇപ്പോൾ ശ്രീലങ്ക അതിന് അഭയം നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുക ഈ ഐറിസ് ലവാൻ എന്ന് പറയുന്നത്, ഐറിസ് എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവൽ ഷിപ്പ് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഐറിസ് എന്ന് പറയുന്നത്. ഈ കപ്പലുകളുടെ പേര് അങ്ങനെയാണല്ലോ നമ്മൾ പറയുക, INS എന്ന് പറയുന്നത് പോലെ ഐറിസ് എന്നാണ് ഇറാന്റെ കപ്പലുകളെ സൂചിപ്പിക്കുന്നത്. ഐറിസ് ലവാൻ എന്ന് പറയുന്ന കപ്പലാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കൊക്കെ വരുന്ന ഭാഗം ഇവിടെയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായ ഈ പേർഷ്യൻ ഗൾഫിലെ ഈ പ്രധാനപ്പെട്ട ഭാഗം. ഈ ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഭാഗം, ഇതാണ് കടലെടുക്ക്, ഹോർമുസ് കടലെടുക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗത്തേക്ക്, ഏഷ്യൻ ഭാഗങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ കപ്പലുകൾക്ക് ഈ ചരക്കുമായി ഒക്കെ പോകാൻ. ഇനി ഈ രണ്ട് പോയിന്റും ഇടയിൽ വച്ചെവിടെയോ ആണ് ഇപ്പോൾ ഈ കപ്പലിന് ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതും ഇറാൻ അപ്പോൾ തന്നെ തൊട്ടടുത്ത രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായി ബന്ധപ്പെടുന്നതും ഇന്ത്യ അതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ വെച്ച് ഒരു കപ്പലിന് ഒരു പിഴവ്, ഒരു സാങ്കേതിക പ്രശ്നം സംഭവിക്കുന്നു. അത് ഐറിസ് ലവാനാണ്. അങ്ങനെ ഇന്ത്യയോട് അത് ചോദിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയുടെ തെക്കൻ തീരത്ത് എവിടെയോ വെച്ചാവണം ഈ പറയുന്ന സമുദ്രമേഖല ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ വെച്ചാവണം അതിന് ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായത്. തൊട്ടടുത്ത തുറമുഖം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് അടുപ്പിച്ചുള്ളൂ എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. അതനുസരിച്ചായിക്കണം ഇപ്പോൾ ഐറിസ് ലവാൻ ഈ കൊച്ചി തുറമുഖത്ത് ഇപ്പോൾ നങ്കൂരം ഇട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുക. മാപ്പിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് കൊച്ചി വരുന്നത്. അങ്ങനെയാണ് ഇതാണ് ഈ സീ റൂട്ടും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഇറാൻ കപ്പൽ ഈ ഭാഗത്ത് എത്തി, ഇന്ത്യയിലേക്ക് എത്തി എന്നതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് എവിടെയാണ് കപ്പൽ ഉണ്ടായത്, അത് തിരിച്ചു പോകുന്ന വഴിയോ അല്ലെങ്കിൽ അതിന്റെ യാത്രാ മധ്യം എവിടെ വെച്ച് അതിന് സാങ്കേതിക പിഴവ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത രാജ്യം ഇന്ത്യയോട് ചോദിക്കുന്നു, ഇന്ത്യ അനുമതി നൽകുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ 4-ാം തീയതി ആ കപ്പൽ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.